വിശദമായി കിടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുന്നു. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ അയക്കാൻ തീരുമാനങ്ങൾ. കോടതിയിൽ നിന്നാണ് പ്രധാനപ്പെട്ട തീരുമാനമുണ്ടാകുന്നത്. CV അനുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നു. അനുമോദ്, പ്രതീക്ഷിച്ചതാണ് റിമാൻഡ്. പോലീസ് എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുമില്ലായിരുന്നു. എന്താണ് കോടതിയിൽ സംഭവിച്ചത്? സജിത്ത്, പ്രതിയെ കോടതിയെ 2 ആഴ്ചത്തേക്ക് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി പ്രതിയെ ഇപ്പോൾ തന്നെ ആലത്തൂർ ജയിലിലേക്ക് മാറ്റുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇന്ദുചൂടന് മുൻപിലാണ് പ്രതിയെ ഹാജരാക്കിയത്. ഇപ്പോൾ പ്രതിയുമായിട്ട് പോലീസ് കോടതി റിമാൻഡ് ചെയ്ത പ്രതിയുമായി കോടതി ഇപ്പോൾ പുറത്ത് ഇറങ്ങുകയാണ്. കോടതിയിൽ ചെന്താമര പറഞ്ഞത് ഇപ്രകാരമാണ്: എന്നെ ശിക്ഷിക്കുക, താൻ ചെയ്തത് എല്ലാം ഒറ്റയ്ക്കാണ്, എന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം, മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ കഴിയുകയില്ല, എല്ലാം താൻ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് കോടതിക്ക് മുൻപിൽ ചെന്താമര പറഞ്ഞു. പരിക്കുകളുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോഴായിരുന്നു ചെന്താമരയുടെ ഈ ഒരു പരാമർശം. എന്താണെങ്കിലും തന്റെ ഈ കുറ്റകൃത്യം താൻ ഒറ്റയ്ക്കാണ് ചെയ്തതെന്നും അതിൽ മറ്റാർക്കും പങ്കില്ലെന്നും തന്നെ 100 വർഷം ശിക്ഷിക്കുമെന്നും ചെന്താമര കോടതിയിൽ ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് തന്റെ എന്തെങ്കിലും പരിക്കുകളുണ്ടോ എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് മറുപടിയായി ചെന്താമര പറയുകയുണ്ടായി. താൻ കോടതിയിൽ കുറ്റം ചെന്താമര ഏറ്റുപറയുന്നു എന്ന തരത്തിലേക്കാണ് കോടതിയിലെ പ്രധാനപ്പെട്ട ചെന്താമരയുടെ ഭാഗത്തു നിന്നുള്ള മൊഴികൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോടതിക്ക് മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ചെന്താമരയെ ഇപ്പോൾ തന്നെ പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോകും. ആലത്തൂർ ജില്ലാ ജയിലിലേക്കാണ് കൊണ്ടുപോകുക. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് അടുത്ത മാസം 12-ാം തീയതി വരേക്കാണ് ചെന്താമരയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിലെ പ്രതി ചെന്താമരയെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. ചെന്താമരയെ കാണുവാൻ വലിയ ഒരു ജനക്കൂട്ടം ഇതിനോടകം തന്നെ കോടതിക്ക് പരിസരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അവിടെ പോലീസ് സ്റ്റേഷന് മുൻപിൽ, നെന്മാറ പോലീസ് സ്റ്റേഷന് മുൻപിൽ ചെന്താമരയെ അറസ്റ്റ് ചെയ്തെറിഞ്ഞ് ജനക്കൂട്ടം ഒഴുകിയെത്തിയതും പ്രതിഷേധം ഇരമ്പിയെത്തിയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കോടതിക്ക് മുമ്പിലും സമാനമായ തോതിൽ ഒരു വലിയ ജനക്കൂട്ടമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ചെന്താമരയെ കാണുവാൻ, ചെന്താമരയോടുള്ള പ്രതിഷേധമാണ്, ഈ ഒരു കൃത്യത്തോടുള്ള പ്രതിഷേധം തന്നെയാണ് ഇത്രയും ആളുകളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ പോലീസിന്റെ സന്നാഹവും കോടതിക്ക് മുമ്പിൽ തമ്പടിച്ചിട്ടുണ്ട്. എപ്പോൾ പുറത്തിറക്കുമെന്നാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. എന്നാണെങ്കിലും റിമാൻഡ് പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇനി എന്ന് കോടതിയിൽ നിന്നും ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും, എന്നായിരിക്കും തെളിവെടുപ്പ്, എന്നായിരിക്കും ഈ കുറ്റകൃത്യത്തിന്റെ പുനരാവിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടുള്ളത്. പോലീസിനോട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിലെ ഈ നടപടികളിലേക്ക് പോകൂ എന്നുള്ളതാണ്. എന്നാണെങ്കിലും പോലീസിനെ സംബന്ധിച്ച് 48 മണിക്കൂറിനുള്ളിൽ ചെന്താമരയെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് വലിയ ആക്ഷേപങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലും അല്പമെങ്കിലും ആശ്വാസമാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ആശ്വാസമാണോ അതോ അവരുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല ചെന്താമര വലയിലായത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ചെന്താമര സ്വയം കീഴടങ്ങിയതാണെന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും പ്രതി പോലീസിന്റെ പിടിയിലായി ഇപ്പോൾ കോടതിക്ക് മുൻപിലാണുള്ളത് എന്നത് ഒരു വാസ്തവമാണ്. എന്താണെങ്കിലും ഈ ഒരു കുറ്റകൃത്യം ആരെയും ആശങ്കപ്പെടുത്തുന്നതും ഇനിയും ഒട്ടേറെ ജീവൻ എടുക്കാൻ സാധ്യതയുണ്ടെന്ന് ആ നാട് മുഴുവൻ ആശങ്കപ്പെട്ട ഒരു പ്രതി, ആ പ്രതിയുടെയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായി ഇപ്പോൾ കോടതിക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. രാവിലെ SP-യുടെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പോലീസിന്റെ ഇക്കാര്യത്തിലുള്ള നിരീക്ഷണം അദ്ദേഹം പങ്കുവച്ചിരുന്നു. ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ചെന്താമര നടത്തിയിട്ടുള്ളത്. ചെന്താമരയുടെ മൊഴികൾ പലതും പോലീസിനെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ളതാണ്. വിഷം കഴിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ വിഷം കഴിച്ചതായിട്ട് പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞതില്ല. പല മൊഴികളും തെറ്റിദ്ധരിപ്പിക്കുന്നതും ഈ കേസിൽ പോലീസിനെ വഴിതെറ്റിക്കുവാൻ സാധ്യതയുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ചെന്താമരയുടെ മൊഴികളൊക്കെ വളരെ സൂക്ഷ്മതയോടെ തന്നെ പരിശോധിച്ച ശേഷമേ കൈകാര്യം ചെയ്യുള്ളൂ, സമയമെടുത്ത് മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് പോലീസ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നു. എത്രയും ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും പോലീസ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത് ഇപ്രകാരമുള്ള കാര്യങ്ങളാണ്: പ്രതി മനസ്താപമില്ലാത്ത ഒരു കുറ്റവാളിയാണ്, തന്റെ പദ്ധതി നടപ്പാക്കിയതിന്റെ സന്തോഷമാണ് പ്രതിക്കുള്ളത്, കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണ്, കൊടുവാൾ ഇതിനുവേണ്ടി ദിവസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നു, പ്രതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, കൊല നടത്തിയത് പൂർവ്വ വൈരാഗ്യം കൊണ്ടാണ്, അയൽവാസികൾക്ക്
പ്രതി തുടർച്ചയായിട്ടുള്ള ഭീഷണി. ചെന്താമരയെ പുറത്തിറക്കുകയാണ്. ചെന്താമരയെ പോലീസ് കോടതിയിൽ നിന്നും പുറത്തിറങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ഒരു ജനക്കൂട്ടം കോടതിക്ക് മുമ്പിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചെന്താമര പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോഴിതാ പുറത്തേക്ക് ഇറങ്ങുന്ന ചെന്താമര ആലത്തൂർ സബ് ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്ത 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്ത ചെന്താമര ഇതാ ഇപ്പോൾ കോടതിയിൽ നിന്നും പുറത്തിറങ്ങുന്ന ജനക്കൂട്ടം ആക്രോശിക്കുന്നുണ്ട്. പക്ഷേ പോലീസിന്റെ വലിയൊരു സന്നാഹം ഇവിടെ ചെന്താമരയ്ക്ക് ചുറ്റും വലയം തീർത്തിട്ടുണ്ട്. കാരണം ജനരോഷം ഭയന്നുകൊണ്ട് തന്നെ ജനത്തിന്റെ വലിയൊരു രോഷം ചെന്താമരയ്ക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെന്താമരയ്ക്ക് ചുറ്റും പോലീസിന്റെ ഒരു വലയം തീർത്ത് ചെന്താമര ഇപ്പോൾ ആ പോലീസിന്റെ ജീപ്പിൽ കയറ്റിയിരിക്കുന്നു. പോലീസിന്റെ ജീപ്പിന്റെ മുമ്പിൽ ആ ആളുകൂട്ടം തള്ളി നിൽക്കുന്നുണ്ട്. അവരെ തള്ളി മാറ്റിക്കൊണ്ട് പോലീസിന്റെ വാഹന വ്യൂഹം ഇപ്പോൾ ജയിലിലേക്ക് പുറപ്പെടുകയാണ്. അതാ പോലീസിന്റെ വാഹന വ്യൂഹം ആ ജയിലിന് മുമ്പിൽ നിന്ന് ഇപ്പോൾ പോലീസിന്റെ വാഹന വ്യൂഹം ജയിലിലേക്ക് കോടതിയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വലിയ ഒരാൾക്കൂട്ടം ഇവിടെ ചെന്താമരയെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് കാണുവാനും അത്തരത്തിൽ ചെന്താമരയുടെ ജനരോഷം ഇരമ്പുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വലിയ ആശങ്കപ്പെടുന്ന തരത്തിലുള്ള കയ്യേറ്റമോ മറ്റ് പ്രതിഷേധങ്ങളോ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഏത് സാഹചര്യത്തെ നേരിടാനുള്ള പോലീസിന്റെ സന്നാഹം ഇവിടെ സജ്ജമായിരുന്നു. എന്തായാലും പ്രതിയുമായിട്ട് കോടതിയിൽ നിന്നും ഇപ്പോൾ പോലീസ് ജയിലിലേക്ക് പോയിട്ടുണ്ട്. 14 ദിവസത്തേക്ക്, അതായത് അടുത്ത മാസം ചെന്താമരയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. പ്രതിയുമായി ഇപ്പോൾ പ്രതിയെ ജയിലിലേക്ക് മാറ്റുകയാണ്. അതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സുരക്ഷ ഒരുക്കി വലിയ ജാഗ്രതയിലാണിപ്പോൾ നീങ്ങുന്നത്. കാരണം പ്രതിക്കെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടാവാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം ജാഗ്രത പുലർത്തിയാണ് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കോടതി വളപ്പിൽ നിന്നും ജയിലിലേക്ക് പ്രതിയെ മാറ്റുകയാണ്. 14 ദിവസത്തേക്കാണ് ചെന്താമരയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ചെന്താമര കോടതിയിലെടുത്ത നിലപാടും ശ്രദ്ധേയമാണ്. തന്നെ ശിക്ഷിക്കൂ, തന്നെ 100 വർഷത്തേക്ക് ശിക്ഷിക്കൂ എന്ന നിലപാടെടുക്കുകയായിരുന്നു പ്രതി. സ്വയം കുറ്റമേറ്റു പറയുന്ന ശൈലിയാണ് സ്വീകരിച്ചത്. 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇനി തുടരന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അതിന്റെ നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് പോലെയുള്ള നടപടികളിലേക്ക് പോലും കടക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. കാരണം പ്രദേശവാസികളിൽ നിന്നും വലിയ പ്രതിഷേധം ഉയരും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തൽക്കാലത്തേക്ക് അതിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഇതാ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചെന്താമരയെ പോലീസ് ജീപ്പിൽ നിന്നും പുറത്തിറക്കി കൊണ്ടുപോവുകയാണ്. വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയാണ്. ജയിലിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പുള്ള വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതി ചെന്താമരയെ. സ്വാഭാവിക നടപടിയാണ്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ച ചോദ്യം എന്തെങ്കിലും പരിക്കുണ്ടോ എന്നതാണ്. തന്നെ ശിക്ഷിക്കുന്നു, താൻ തന്നെയാണ് ഈ കുറ്റം ചെയ്തത് എന്നതാണ് ചെന്താമര കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിലെടുത്ത നിലപാട്. ഒടുവിൽ 14 ദിവസത്തെ റിമാൻഡ് നടപടികളുടെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വൈദ്യ പരിശോധന നടക്കുന്നത്. ജയിലിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് വൈദ്യ പരിശോധന നടത്തുകയാണ് ചെന്താമര എന്ന കൊടും ക്രൂരനെ. ഇരട്ട കൊലപാതകം നടത്തി ഇപ്പോഴും കൂസലില്ലാതെ നിലപാടെടുക്കുന്ന ചെന്താമര ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാവുകയാണ്. മാധ്യമ സംഘം, വലിയ പോലീസ് സംഘമൊക്കെ കാത്തു നിൽക്കുകയാണ്. കാരണം പ്രദേശവാസികളിൽ നിന്നും പ്രതിഷേധമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്നലെ നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയ ആളുകൾ വലിയ തരത്തിലുള്ള നീക്കം, സമ്മർദ്ദം, വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തി. അതുകൊണ്ടാണ് ഇന്ന് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. ഇതാ ഇപ്പോൾ പ്രതിയെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. മുൻപ് കാലങ്ങളിൽ മറ്റു പ്രതികളെ ഹാജരാക്കുമ്പോൾ കാണാത്ത തരത്തിലുള്ള തയ്യാറെടുപ്പുകളും രീതികളും സുരക്ഷയും പോലീസ് അവിടെ ഒരുക്കുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പോലീസ് സേനാംഗങ്ങൾ 2 വരിയായി നിന്നുകൊണ്ട് പ്രതി ഇപ്പോൾ ഉള്ളിലാണുള്ളത്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മറ്റ് കയ്യേറ്റ ശ്രമങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത കാട്ടലാണ് ഇപ്പോൾ അവിടെയുള്ളത്. സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകരുണ്ട്. എന്തായാലും പുറത്തേക്ക് കാണുന്ന ആ വാതിലിലൂടെ ചെന്താമര പുറത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെയെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങൾ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടാകും. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. CB അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, വൈദ്യ പരിശോധന നടക്കുകയാണ്. ചെന്താമര പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങളുടെ ചോദ്യം ഉണ്ടാകുമില്ലേ? എന്തെങ്കിലും പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാമോ? ചെന്താമര ഇപ്പോൾ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. നമുക്ക് ചെന്താമരയുടെ നിലപാട്, ചെന്താമര കോടതി 14 ദിവസം ചെന്താമര റിമാൻഡിലാണ്. വൈദ്യ പരിശോധന നടക്കുന്നു. ഉടൻ വേഗത്തിൽ പൂർത്തിയാകും വൈദ്യ പരിശോധന. അതിനുശേഷം കൊടും കുറ്റവാളിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്.
നിസ്സംഗതയോടെ താൻ കുറ്റം ചെയ്തു എന്ന് ഏറ്റുപറഞ്ഞ് നിലപാടെടുക്കുന്ന ചെന്താമര സമീപകാല കുറ്റകൃത്യത്തിൽ ഉണ്ടാവാത്ത പ്രതികൾക്ക് സമാനമായ നിലപാടെടുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. താൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് ചെന്താമര കോടതിക്ക് മുന്നിൽ, മജിസ്ട്രേറ്റിന് മുന്നിൽ ഏറ്റുപറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശിക്ഷിക്കൂ